അപ്പം മക്കളെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ ഈച്ച ശല്യം വല്ലാണ്ട് ഇടങ്ങാറാക്കും എല്ലാവരെയും. അപ്പോൾ അതാ നമ്മളത് ഒന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. നമ്മളിവിടെ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏതാ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബോട്ടിലിൽ കുറച്ച് സോപ്പും വെള്ളം കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സോപ്പും പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് ഇത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. നമ്മളെ റൂമിലൊക്കെ അടിക്കുന്നില്ലേ എയർ ഫ്രഷ്നർ, അതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൂമിനൊക്കെ നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അടിക്കുന്നത്. റൂമിലും അതുപോലെ തന്നെ കാറിൻ്റെ ഉള്ളിലൊക്കെ അടിക്കും കേട്ടോ ഈ ഒരു സംഭവം. ഇതൊന്ന് 2-3 തുള്ളിയാറ്റാൻ നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തീരുന്നതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2-3 തുള്ളിയാണ് ഇട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈച്ചയും അതുപോലെ തന്നെ എന്താ കണ്ണീച്ച അങ്ങനെ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തുടച്ച് എടുത്താൽ ആ ഭാഗത്തേക്ക് ആ ഒരു സംഭവം വരികയില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിക്ക്. പിന്നെ നമ്മൾ കൊട്ടത്താളത്തു നിന്നൊക്കെ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം കൊണ്ട് അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയാലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ കൊട്ടത്താളത്തിൻ്റെ അവിടെയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ടേബിളിൻ്റെ മുകളിലൊക്കെ തുടച്ചെടുക്കാനൊക്കെ നല്ലൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മളിതിങ്ങനെ ഇട്ടിച്ചിട്ട് തുടയ്ക്കുന്ന ആ റൂമൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ഈച്ച ഒന്നും ആ ഭാഗത്തേക്ക് അടുക്കുകയും കൂടിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്. ഞാൻ ചെയ്തിട്ട് എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടത്. ഇനിയിപ്പോൾ അതാ ഞാൻ അടുത്ത ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ടിപ്സ് ഇതേപോലത്തെ ഒരു പാത്രം എടുത്ത് വെക്കുക. മണ്ണിൻ്റെ ചട്ടി ആയാലാണ് കേട്ടോ കൂടുതൽ നല്ലത്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തീ വെക്കുന്ന സമയത്ത് കൈ പൊള്ളും കേട്ടോ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ. അപ്പോൾ അതാ ഞാനിങ്ങനെ പൊളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നമ്മളൊന്ന് പുകച്ചെടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഈച്ചയും അതുപോലെ തന്നെ കൊതുകൊക്കെ പോകാൻ നല്ല സംഭവമാണ് കേട്ടോ. കൊതുക് ശല്യമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ കത്തിച്ചിട്ട് ബേക്കിൽ മുമ്പിലൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ കൊതുക് ആ വൈക്ക് വരില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈച്ച ശല്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ പുകച്ചെടുത്തിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ സീമക്കൊന്നൻ്റെ ഇലയില്ലേ, ഇവിടെ സീമക്കൊന്നൻ്റെ ഇല എന്ന് പറയുക. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഞാൻ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം കത്തിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് പുകഞ്ഞ് വന്നാൽ മതി. പുകഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഇല നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്മെല്ല് ഈ ഒരു ഇലക്ക് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ ഈച്ചയും അതുപോലെ തന്നെ കൊതുകൊന്നും ആ വൈക്ക് വരികയല്ലോ കേട്ടോ. കണ്ണീച്ചൊക്കെ ഉള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക് കേട്ടോ. കുറച്ച് നേരം ഈച്ചയുള്ള ഭാഗത്ത് കൊണ്ടുവച്ചാൽ തന്നെ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് വല്ലാത്തൊരു സ്മെല്ലാണ്. ഈ ഒരു സീമക്കൊന്നൻ്റെ ഇലക്ക് വേറെ എന്തെങ്കിലും പേരുണ്ട് എന്ന് പറയണം കേട്ടോ ആരെങ്കിലും. അപ്പോൾ ഇതാ ഞാൻ കൊലായ്മയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ പുകയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈച്ചനെ പോക്കാൻ കണ്ട ടിപ്സ്.